ഇന്ന് കലാമാമാങ്കത്തിന് തുടക്കമാകും. കേരള സ്കൂൾ കലോത്സവത്തിന് വസന്തം തീർക്കാൻ പൂക്കളുടെ പേരിൽ 25 വേദികളാണ് ഒരുങ്ങിക്കഴിഞ്ഞത്. ഉദ്ഘാടനത്തിനായി ഇന്ന് തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലെ വേദി ഒന്ന് സൂര്യകാന്തിയിൽ, വേദി ഒന്നിന്റെ പേരാണ് കേട്ടോ, സൂര്യകാന്തി. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഈ സൂര്യകാന്തിക്ക് മുന്നിൽ നിന്നും സ്നേഹമോൾ നേനാനും നിതിൻ തോമസും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹ, നിതിൻ, ഗുഡ് മോർണിംഗ്. കലോത്സവ വേദി എന്നാൽ നിറങ്ങളുടെയും ആഘോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും കൗമാര ഉത്സാഹത്തിൻ്റെതുമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശേഷങ്ങൾ? രണ്ടാളും പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും മൂത്തി പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ കൗമാരക്കാരുടെയാണ്. ഈ ഏകദേശം പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് എത്തുന്നതും അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊടിമരം ഉയർത്തിക്കൊണ്ട് 9 മണിക്ക് ഈ കൊടിമരം ഉയർത്തിക്കൊണ്ടായിരിക്കും ഒരു ഔദ്യോഗികമായിട്ട് ഈ ഒരു ഇവിടുത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങുക. അതിനുശേഷം 10:15 കൂടിയിട്ട് ഉദ്ഘാടന ചടങ്ങുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. അത് കൂടാണ്ട് തീർച്ചയായിട്ടും ഇത് തൃശ്ശൂരാണ്, പൂരനഗരിയാണ്. അപ്പം എന്തായാലും ഒരു ചെറിയ പൂരം വേണമല്ലോ നമുക്ക്. തൃശ്ശൂർ വെച്ചിട്ടൊരു കലോത്സവം നടക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയ പൂരം വേണമല്ലോ. അപ്പം ഒരു പൂരത്തിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഒരു പാണ്ടിമേളം നടത്തുന്നുണ്ട്. 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു പാണ്ടിമേളം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കുടമാറ്റവുമുണ്ട്. 64 കുട്ടികൾ പങ്കെടുക്കുന്നൊരു കുടമാറ്റവുമുണ്ട്. അതിനുശേഷമാണ് ഔദ്യോഗികമായിട്ട് ഇത്തരത്തിലൊരു ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത് കൗമാരക്കാരുടെ കലോത്സവമാണ്. കൗമാരക്കാരാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കൗമാരക്കാരിയുണ്ട്, സ്നേഹമോൾ നൈനാൻ, നമ്മുടെ കൊച്ചി റിപ്പോർട്ടർ. അപ്പം സ്നേഹമോൾ നൈനാൻ്റെ കലോത്സവ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ കലോത്സവമൊക്കെ? നിതിൻ, ഈ കലോത്സവ വിശേഷം ചോദിച്ചറിയുന്നതിൻ്റെ മറുപടിക്ക് മുന്നേ ആയിട്ട് ഞാൻ ഒരു ഇടപെടൽ നടത്തുകയാണ്. ഈ കൗമാരക്കാരി എന്ന് പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് പ്രത്യേകമായി വാങ്ങിത്തരാം എന്ന് വല്ല നിബന്ധനയോടുകൂടിയാണോ എന്നതും കൂടി വ്യക്തമാക്കി തുടങ്ങിയാൽ നന്നായിരുന്നു സ്നേഹ. അല്ല, ഇതിനുള്ള പരിപാടിയും ചായ ഞാൻ പിന്നീട് കൊടുക്കുന്നുണ്ട്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് നിതിൻ ചോദിച്ചത് എൻ്റെ കുട്ടിക്കാല കലോത്സവ ഓർമ്മകളാണ്. അത് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറുപ്പത്തിൽ തന്നെ നാടോടി നൃത്തമായിരുന്നു എൻ്റെ ഒരു ഐറ്റം. ഡാൻസിനോടൊക്കെ പ്രത്യേക താല്പര്യമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ വളർന്നു വന്നപ്പോഴേക്കും അതൊക്കെ എവിടെയോ പോയി. പക്ഷേ എന്തെങ്കിലും കുഴപ്പമില്ല, നാടോടി നൃത്തമായിരുന്നു എൻ്റെ ഒരു ഐറ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിന് വേണ്ടിയിട്ടുള്ള ഓർമ്മകളും, പിന്നെ അധ്യാപകരുടെ കയ്യിൽ നിന്നും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഒക്കെ ഡാൻസ് കളിക്കാതെ മടിച്ചു നിന്നതിനുള്ള വഴക്കും, ആ ഒരു ഓട്ടപ്പാച്ചിലുകളും, ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്കുള്ള ഓട്ടപ്പാച്ചിലുകളും, അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഏത് കാലഘട്ടമാണ് മിസ് ചെയ്യുന്നതെന്ന് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ സ്കൂൾ കാലഘട്ടമാണ് മിസ് ചെയ്യുന്നത്. അതിലേറ്റവും നല്ല ഒരു ഓർമ്മയുള്ള ഒരു ടൈമാണ് ഈ ഒരു കലോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ച പോലെ തന്നെ ഞാൻ നിന്നോട് തിരിച്ചും ചോദിക്കുകയാണ്, എന്തിലായിരുന്നു ഒരു പ്രതിഭ തെളിയിച്ചത് നിതിൻ? ആക്ച്വലി എനിക്ക് ഒന്നിലും പ്രതിഭ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ ഉള്ള എന്നെ ഏറ്റവും അധികം എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. കാരണം ഇപ്പോൾ മോത്തി ചോദിച്ചത് എന്തുകൊണ്ടിട്ടാണ് കൗമാരക്കാരി അല്ലെങ്കിൽ സ്നേഹയുടെ കലോത്സവ വിശേഷങ്ങൾ ചോദിച്ചത്. കാരണം എനിക്ക് പങ്കുവെക്കാൻ ഒരു കലോത്സവ വിശേഷം ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഇന്നുവരെ ഒരു കോമ്പറ്റീഷൻ പോലും പോയിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഈ കുട്ടികളെയൊക്കെ ഇവിടെ വെച്ചിപ്പോൾ കാണുമ്പോൾ ശരിക്കും ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി, ചെറിയൊരു മിമിക്രിയോ മോണോ ആക്റ്റോ അല്ലെങ്കിൽ ഇപ്പം സ്നേഹ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കലോത്സവത്തിന് പങ്കെടുക്കേണ്ടിയിരുന്നു എന്നിപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു പോകുന്നുണ്ട് ഇവിടെ വന്ന് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ. അപ്പം വലിയൊരു മിസ്സിങ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ വലിയൊരു മിസ്സിങ് ആണ് എനിക്ക് കലോത്സവം എന്ന് പറയുന്നത്. സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും, ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ ലെവലിലൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കലോത്സവത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും കലോത്സവമായിട്ട് പങ്കുവെക്കാൻ ഒരു അനുഭവം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ഇപ്പോൾ ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുന്നത്. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതോടെയാണ് ഈ കലാമാമാങ്കത്തിന് തുടക്കം കുറിക്കുന്നത്. ഏറ്റവും ആദ്യ ഇനമായി പതിവ് പോലെ തന്നെ എന്താണ് അരങ്ങേറുക, അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? കാരണം ഓരോ തവണയും മാറ്റങ്ങൾ പരീക്ഷിക്കുകയാണ് കലോത്സവത്തിലൊക്കെ. എന്താണ് തുടർന്നുള്ള മത്സര ഇനങ്ങളൊക്കെ? ഏതായാലും ഈ ഉദ്ഘാടനങ്ങൾക്കൊക്കെ ശേഷം 11:00 കൂടി ആയിരിക്കും
ആദ്യ മത്സരം ആരംഭിക്കുക. ആദ്യ മത്സരം ഭരതനാട്യത്തോടു കൂടി തന്നെയായിരിക്കും ആരംഭിക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും പൂരത്തിൻ്റെ ഒരു നഗരി കൂടിയാണ്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂരിൽ ഒരു കലോത്സവം വീണ്ടും നടക്കാൻ പോകുന്നത് എന്ന മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് മാത്രമല്ല, പൂരത്തിൻ്റെ നഗരി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പാണ്ടിമേളം ഉണ്ടാകും. അതിനുശേഷം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അതുകൊണ്ട് തന്നെ 64 കുട്ടികൾ അണിനിരക്കുന്ന ഒരു കുടമാറ്റം, അങ്ങനെ തൃശ്ശൂർക്കാരുടെ പ്രൗഢിയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യമാണ് കല ആസ്വദിക്കുന്ന കൂടുതൽ മനുഷ്യരുള്ള ഒരു സ്ഥലം കൂടിയാണ്. മറ്റു ജില്ലക്കാർ അങ്ങനെയല്ല എന്നല്ല, പക്ഷേ കൂടുതൽ ആളുകൾ, മറ്റു ജില്ലയെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ കലയെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരുമൊക്കെ തൃശ്ശൂരിലുണ്ട്, തൃശ്ശൂരിൻ്റെ മണ്ണിലുണ്ട് എന്ന് തന്നെയാണ്. അപ്പം 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ തൃശ്ശൂരിലൊരു സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അത് വർണ്ണാഭമായിരിക്കും. പൂരം പോലെ തന്നെ വർണ്ണാഭമായിരിക്കും ഈ കലയുടെ പൂരം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഏതായാലും 9 മണിയോട് കൂടി തന്നെയായിരിക്കും ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം നടക്കുക. അതിനുശേഷം 10 മണിയോട് കൂടി തന്നെ മുഖ്യമന്ത്രിയൊക്കെ എത്തിച്ചേരും. ഇവിടെ പാചകപ്പുരയെല്ലാം തന്നെ സജീവമായിട്ടുണ്ട്. കലോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ പാചകപ്പുരയെക്കുറിച്ചും പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ തന്നെ ഇവിടെ റെഡിയാണ്. വേദികൾ റെഡിയാണ്. ഓരോ വേദിക്കും 25 വേദിയുണ്ട്. ആ ഓരോ വേദിക്കും ഓരോ പൂക്കളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഒത്തിരി മാറ്റങ്ങൾ ഈ കലോത്സവത്തിന് ഉണ്ട് എന്നതാണ്. സാധാരണഗതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നില്ല. പക്ഷേ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ ഇത്തവണ ലഭിക്കും. കാരണം ആ കുട്ടികളുടെ നാളുകൾ നീണ്ട കഷ്ടപ്പാടുകളാണ്. അപ്പോൾ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ ഒന്നുമല്ല, സർട്ടിഫിക്കറ്റുകൾ, അത് പങ്കെടുത്തു എന്നൊരു സർട്ടിഫിക്കറ്റുകൾ എല്ലാവർക്കും ലഭിക്കും. അത് മാത്രമല്ല, എ ഗ്രേഡ് ലഭിച്ചവർക്ക് 1000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വരെ നൽകിയിരുന്നത്. പക്ഷേ ഭാവിയിലേക്ക് കാത്തുവയ്ക്കാൻ എല്ലാ കുട്ടികൾക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ് സ്നേഹ.